നേരത്തെ ആങ്കറിന്റെയും ഇമോഷൻസിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പൊ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് പെൺകുട്ടികൾക്കാണ് കൂടുതൽ മൂഡ് സ്വിങ്സ്, അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇച്ചിരി കോംപ്ലക്സ് ക്യാരക്ടറാന്നൊക്കെ. ശരിക്കും അങ്ങനെയാണോ പെൺകുട്ടികൾക്ക്? എനിക്ക് അതിന്റെ ഫിസിയോളജിക്കൽ സൈഡിലേക്ക് അറിയില്ല. പക്ഷെ ബേസിക്കലി ഇത്രേ അറിയുള്ളൂ, പെൺകുട്ടികളും ആൺകുട്ടികളും ഇപ്പൊ ഇമോഷൻസിന്റെ സൈഡിൽ ഒരു കൾച്ചറൽ കൺസ്ട്രക്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പെൺകുട്ടികൾ കരയുന്നത് കുറച്ചുകൂടിയും ഇവിടെ ആക്സെപ്റ്റബിൾ ആണ്. പെൺകുട്ടികൾ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും അത് അവൾ അഹങ്കാരിയാണ് എന്ന് പറയും. അതേസമയം കരഞ്ഞ അയ്യോ പാവം. പക്ഷെ ബേസിക്കലി എന്റെ കണ്ണു കൂടെ നോക്കിയത് രണ്ട് ഇമോഷനാ. ഒരാൾ കരയുന്നതും ഒരാൾ ദേഷ്യപ്പെടുന്നതും എനിക്ക് ഇച്ചിരി സമയം വേണം. അതിപ്പോ അയാൾ ദേഷ്യപ്പെടുവാണെങ്കിലും ഞാൻ അയാൾക്ക് സമയം കൊടുക്കും, അയാൾ കരയുകയാണെങ്കിൽ ഞാൻ അയാൾക്ക് സമയം കൊടുക്കും. പക്ഷെ ഇവിടെ അത് പറഞ്ഞു വരുമ്പോൾ അതിനെ വേറെ രീതിയിൽ നമ്മൾ ആ കൾച്ചറൽ കൺസ്ട്രക്റ്റിൽ പറയും. ഇത് തന്നെ ആൺകുട്ടികളിലേക്ക് നോക്കൂ, ആൺകുട്ടികൾ കരയുമ്പോൾ പറയും അവനെന്താ ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ ഇരുന്ന് കരയണമെന്ന് ചോദിക്കും. അതേസമയം അവൻ ദേഷ്യപ്പെട്ട അവൻ അടിപൊളിയാണ് കേട്ടോ, അവൻ കലിപ്പനാന്ന് പറയും. അതെന്തോ ഒരു ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട് അവിടെ. ഇത് രണ്ടും ഒക്കെ അല്ല, ഇത് രണ്ടുപേർക്കും ഒക്കെ അല്ല. കരയുന്നതും അതായത് ആണുങ്ങൾ കലിച്ചോട്ടെ പെണ്ണുങ്ങൾ കരഞ്ഞോട്ടെ എന്നും അല്ല പറയണേ, പെണ്ണുങ്ങൾ നാലുമ്പോൾ ദേഷ്യപ്പെടണമെന്നും അങ്ങനെയല്ല പറയണേ. ഇതെന്തെങ്കിലുമൊക്കെ വരാം, എല്ലാവർക്കും മൂഡ് സ്വിങ്സ് വരാം, എല്ലാവർക്കും സങ്കടം വരും, എല്ലാവർക്കും ദേഷ്യം വരും. ഇതൊക്കെ വന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാൻഡിൽ ചെയ്യാനൊന്ന് പഠിക്കാവോ, അത്രേ ഉള്ളൂ. ഇപ്പൊ പൊതുവെ പറയാറുണ്ട് നമ്മുടെ ഒരു കൾച്ചർ വെച്ച് നോക്കുമ്പോ ചില പെൺകുട്ടികൾ, ഇപ്പൊ പെൺകുട്ടികളായിരിക്കും പാരന്റിങ് വെച്ച് നോക്കുമ്പോ, ആൺകുട്ടികൾ വെച്ച് നോക്കുമ്പോ ഒരു ഏജ് കഴിഞ്ഞ പ്രത്യേകിച്ച് ആൺകുട്ടികൾ വെച്ച് നോക്കുമ്പോൾ പെൺകുട്ടികൾക്കായിരിക്കും കുറച്ചും കൂടി റെസ്ട്രിക്ഷൻസും അല്ലെങ്കിൽ അവരുടെ ലൈഫ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പാരന്റ്സ് കൂടുതൽ ശ്രമിക്കാറും. അപ്പൊ ചിലപ്പോഴെങ്കിലും ആ ഒരു പെൺകുട്ടി എന്ന നിലക്ക് ആലോചിക്കാറുണ്ടോ എനിക്കൊരു ആൺകുട്ടിയായെങ്കിൽ നല്ലതാന്നൊക്കെ. ആ ഒരു തോട്ട് പ്രോസസ്സ് എങ്ങനെയായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഒരു ലിമിറ്റേഷൻ സമൂഹത്തിലുണ്ട്. സമൂഹത്തിൽ ചിലപ്പോൾ അങ്ങനത്തെ ഡേഞ്ചേഴ്സ് ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും അവരുടെ പേരൻസ് അങ്ങനെ പറയുന്നത്. നമ്മളിത് ഏത് രാജ്യത്തെ കുറിച്ച് സംസാരിക്കണം എന്നുള്ളത് പറയേണ്ടി വരും. അപ്പൊ എല്ലാ സ്ഥലത്തും ഇതുപോലുള്ള ഡേഞ്ചേഴ്സ് പെൺകുട്ടികൾക്ക് ഇല്ല. അപ്പൊ അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചിലപ്പോൾ പാരന്റ്സ് അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് വെക്കില്ല. ആ വീട്ടിലെ കുട്ടി ആഗ്രഹിക്കില്ല ആണാവാൻ. കാരണം ആ കുട്ടിക്ക് ആണിനെ പോലെ തന്നെ പെണ്ണിനെ പോലെ തന്നെ എല്ലാം കിട്ടുന്നുണ്ട്. അതേസമയം അങ്ങനെ അല്ലാത്തൊരു രാജ്യത്തിലായിരിക്കും, അങ്ങനെ അല്ലാത്തൊരു സമൂഹത്തിൽ ചിലപ്പോൾ പാരന്റ്സ് അങ്ങനെ പറയേണ്ടി വരുന്നുണ്ടാവാം. അത് ചിലപ്പോൾ സമൂഹത്തിന്റെ ആയിരിക്കും, ചിലപ്പോൾ റിലീജിയസ് ആയിട്ടായിരിക്കും. ഇത് പല രീതിയിലും അവരുടെ പൊതുവിൽ ഞങ്ങളുടെ വീട്ടിൽ ആരും 6 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാറില്ല എന്ന് പറയാൻ ഒരു സമൂഹം ഉണ്ട്. അത് ചിലപ്പോൾ അമേരിക്കയിലാണെങ്കിലും ആ കുടുംബം അങ്ങനെ ബിഹേവ് ചെയ്യും 6 മണി. അപ്പൊ ആ വീട്ടിൽ ഒരു കുട്ടി തിരിച്ചു ചിന്തിച്ചാൽ മതി, അതെന്താ എനിക്ക് പോകാൻ പറ്റാത്ത, അത് സ്ട്രെസ്സായി ആ കുട്ടിക്ക്. അപ്പൊ ഇത് ആണായി ജനിച്ചിരുന്നെങ്കിൽ പെണ്ണായി ജനിച്ചിരുന്നില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് ഇനി അവർക്ക് അവർ വേറെ ഏതെങ്കിലും സെക്സിൽ ജനിച്ചു പോയി അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ ആണോ എന്ന് നമുക്കറിയില്ല. ആ കോണ്ടെക്സ്റ്റ് അല്ല ഞാൻ പറയുന്നത്. അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു ആണാവാൻ? അപ്പൊ അവരൊരു റീസൺ പറയും. ആ റീസൺ കേട്ടിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് സമൂഹം കൊടുത്തു വെക്കുന്നതാണോ അവർക്ക് സ്വയം തോന്നുന്നതാണോ. അതെ, അങ്ങനെ ഒരു പ്രശ്നമാണ്.